ഒന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. അന്നാണ് ഒടുക്കത്തെ മഴ. രാവിലത്തെ വെയിൽ കൊണ്ട് ഒരുങ്ങിയതാണ്. ഉച്ചയായപ്പോൾ തന്നെ പെരും മഴയായി. മഞ്ചേരി എത്തി. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഫർസേ കയറി. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. എനിക്ക് വീഡിയോ എടുത്ത് തരുന്നൊക്കെ ചേച്ചിയാണ്. അങ്ങനെ ഞങ്ങളെ സാൻഡ്വിച്ച് എത്തി. പണി നടക്കുന്നുണ്ട്. സ്റ്റാൻഡിലെത്തി കുറച്ച് മുമ്പ് തന്നെ ഞങ്ങൾ ബസ്സും വന്നു. വേഗം കയറി സീറ്റൊക്കെ പിടിച്ചു. ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുക. ഞങ്ങളെ കൂടെ ബസ്സിലുണ്ടായിരുന്നവരാണ് മുന്നിൽ പോണതൊക്കെ. മഞ്ചേരി എത്തിയിട്ട് ആദ്യം വാങ്ങിയ സാധനമാണ് കയ്യിലുള്ളത്. വാങ്ങിയ കുട മുതലാക്കാൻ മഴ കഴിഞ്ഞിട്ടും ചൂടാണ് ഞാൻ. അങ്ങനെയെങ്കിലും അതൊന്ന് മുതലാവട്ടെ. ഇവിടെ വരെ എത്തിയപ്പോൾ എന്നാൽ പിന്നെ അമ്മായിയോടെയും കണ്ടിട്ട് പോവാല്ലേ എന്നും പറഞ്ഞ് നേരെ വഴി അങ്ങോട്ട് തിരിച്ചു. ഇത് ഞങ്ങളെ പണ്ടത്തെ ഗ്രൗണ്ടാണ്. മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമാണ്. ഇതാണ് മാമൻ്റെ വീട്. അമ്മായി മാത്രമേ അവിടെ ഉള്ളായിരുന്നു. ചെന്നപ്പോൾ തന്നെ ചായയും കടിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് പുറത്ത് കുറേ സീതപ്പഴം ഉണ്ടായത് കണ്ടത്. അതിലൊന്ന് ഒരു കിളി ഫുള്ളായിട്ട് തിന്ന് കഴിച്ചിരുന്നു. ആ പഴത്തിൻ്റെ അത്ര പോലും വലുപ്പമില്ലാത്ത കിളി അത് മുഴുവൻ തിന്നല്ലോ എന്ന് ആലോചിക്കുന്നു ഞാൻ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പഴം. ആ കിളീനെ ഓടിച്ചു വിട്ട് പഴുത്തത് ഇനിയുണ്ടോ നോക്കുകയാണ് ഞാൻ. അവസാനം എനിക്കൊന്ന് കിട്ടി. അതപ്പം തന്നെ തീർക്കുകയും ചെയ്തു. ഒരു പൂച്ചേൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വെറുതെ അതിനൊന്ന് നോക്കാൻ പോയതാ. അതാണ് എന്നെ കണ്ടപ്പോൾ തന്നെ ഇറങ്ങി ഓടുകയും ചെയ്തു. എന്താണ് പോവല്ലേ? അവിടുന്ന് പോന്നപ്പോൾ അമ്മായി തന്ന സീതപ്പഴം കൊണ്ട് എന്തൊക്കെയോ നുണക്കഥയും പറഞ്ഞ് ഞാനും കുഞ്ഞോളിച്ചും വീട്ടിൽ നടന്നു.